ഹലോ ഗുഡ് മോർണിംഗ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നല്ല ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള ചാൻസസ് കുറവാണ്. അപ്പോൾ ഇന്നലെ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഇന്നലെ നല്ലൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഒന്നുമില്ല. അതുപോലെ തന്നെ മാർക്കറ്റിൽ ഇന്നലെ വലിയ മൂവ്മെന്റ്സ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഹയർ ടൈം ഫ്രെയിം 50 മിനിറ്റ് ബേസ് ചെയ്ത് നോക്കുന്ന ടൈമിൽ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് ഒന്നുമില്ല. പിന്നെ നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടൊക്കെയാണ്, പിന്നെ അവിടെ ഇന്റർണൽസ് പിടിച്ചിട്ടൊക്കെയാണ് ട്രേഡ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും, കുറച്ച് അഗ്രസീവ് ആയിട്ട്. ഓക്കെ, ഇന്ന് മേ ബി അങ്ങനെ തന്നെയാണ്. മാർക്കറ്റ് മൂവ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് പുതിയ പുതിയ സ്ട്രക്ചറിലോട്ടൊന്നും മാർക്കറ്റ് പോയിട്ടില്ല. സോ നമുക്ക് നോക്കാം, നമുക്ക് മാർക്കറ്റിന്റെ കൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്ത് നോക്കാം. നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ മാത്രം എൻ്റർ ആവാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബെറ്റർ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഗോൾഡിൽ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഇതായിരുന്നു നമ്മുടെ ട്രേഡിംഗ് റേഞ്ച് അല്ലേ. ഇപ്പൊ 4 ഹവറിന്റെ കേസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 ഹവറിലൊക്കെ ഓൾറെഡി മാർക്കറ്റിൽ എക്സ്റ്റേണൽ സ്ട്രക്ചേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, റിവേഴ്സ് ആയിട്ടുണ്ട് അല്ലെ. ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുന്നതോട് കൂടിയിട്ട് ട്രെൻഡ് അപ്സൈഡിലോട്ട് പോയിട്ടുണ്ട്. 4 ഹവർ അല്ലെങ്കിൽ 1 ഡേ ഹയർ ടൈം ഫ്രെയിമിലൊക്കെ മാർക്കറ്റ് എന്താണ്, അപ്സൈഡ് ഡയറക്ഷനിലാണ് മാർക്കറ്റ് എന്ത് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ 15 മിനിറ്റ് ആണ് നമ്മളെ പ്ലേ ഗ്രൗണ്ട്. നമ്മളെ മെയിൻ സ്ട്രക്ചർ നോക്കുക 4 ഹവറിലാണ്, ദെൻ 15 മിനിറ്റിലോട്ട് വരും. 15 മിനിറ്റ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, 1 മിനിറ്റിലും അല്ലെങ്കിൽ അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ട്രേഡ്സ് കാര്യങ്ങൾ നോക്കുക. അപ്പൊ 15 മിനിറ്റ് നോക്കുമ്പോൾ മാർക്കറ്റ് ഓൾറെഡി ചേഞ്ച് തന്നിട്ട് എന്ത് ചെയ്യാണ്, ഡൗൺ സൈഡിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഇനി മാർക്കറ്റ് നമ്മൾ ഇത് പുൾ ബാക്ക് ആണ്. പുൾ ബാക്ക് ഓൾറെഡി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പുൾ ബാക്കിൽ മാർക്കറ്റ് ഈ ഒരു പ്രീമിയത്തിൽ നിന്നാണ് നമ്മൾ സെൽ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ഇത്രയും വലിയൊരു ഏരിയ ഉണ്ടായതുകൊണ്ട് മാർക്കറ്റ് അങ്ങോട്ട് എത്താനുള്ള ചാൻസസ് കുറവാണ് കമ്പാരിറ്റീവ്ലി. പിന്നെ ഇവിടെ കണ്ടോ, ഇത്രയും ലിക്വിഡിറ്റീസ് ഇവിടെ റെസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു സെല്ലിംഗ് മൊമെന്റം വരാൻ ചാൻസസ് കാണുന്നുണ്ട്. പക്ഷേ ഗോൾഡ് ആണ്, നമുക്ക് അങ്ങനെ ഉറപ്പ് പറയാനൊന്നും പറ്റില്ല. മേ ബി എന്ത് ചെയ്യാം, തിരിയാം. ഓക്കെ, ചിലപ്പോൾ ഈ ഒരു വരവ് കണ്ടില്ലേ, ഇതിപ്പോൾ ഓൾറെഡി ഇന്റേണൽ ഒക്കെ ഇവിടെ എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇന്റേണലി എന്ത് ചെയ്തിട്ടുണ്ട്, ട്രെൻഡ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ചിലപ്പോൾ എന്ത് ചെയ്യാം, ഇതിനെ ട്രസ്റ്റ് ചെയ്തിട്ട് മാർക്കറ്റ് സെല്ലിലോട്ട് വരാം. ഓക്കെ, അല്ല ഇവിടെ ഇത്രയും ലിക്വിഡിറ്റീസ് ഉണ്ട്, ഈ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യാം, ഈ റേഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴത്തോട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം സെല്ലിംഗ് മൊമെന്റം കുറച്ചും കൂടെ ഇവിടെ സ്ട്രോങ് ആണ്. ഇവിടെ ഓൾറെഡി ഒരു ഇന്റേണൽ ചേഞ്ച് കിട്ടിയിട്ടുണ്ട് അല്ലെ, ഒരു ഏരിയനെ അക്യുമുലേറ്റ് ചെയ്തിട്ട് അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതൊരു സ്ട്രോങ് ഏരിയ ആണ്. ഇതിന്റെ ബേസിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടുന്നൊക്കെ ഒരു സെൽ എൻട്രി നോക്കാം. റിസ്കി കൗണ്ടർ എൻട്രി ആണ്. കൺഫർമേഷൻ നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ മീഡിയം റിസ്കോ ലോ റിസ്കോ മാത്രം എൻട്രി ഇവിടുന്ന് എന്ത് ചെയ്യാം, നോക്കാം. ഓക്കെ, നോർമൽ എൻട്രി നമ്മളെ മെയിൻ എൻട്രി പ്രീമിയത്തിലോട്ട് എത്തണം. പക്ഷെ ഇത് ഇവിടുന്ന് പ്രീമിയത്തിലോട്ട് എത്താനുള്ള ചാൻസ് കുറവാണ്. ഞാൻ ഇവിടുന്ന് ഇന്റർണലി ഓൾറെഡി എന്ത് ചെയ്തു, ചേഞ്ച് തന്നു അല്ലെ. ഇവിടെ ഏഷ്യന്റെ ഹൈ എന്ന് പറഞ്ഞ ലിക്വിഡിറ്റി ഉണ്ട്. ഈ ഒരു പോയിന്റ് ഒക്കെ ലിക്വിഡിറ്റി ആക്കിയെടുത്ത് ഈ ഒരു ലെവലിൽ മേ ബി ഒരു സെൽ ഇറങ്ങാനുള്ള ചാൻസസ് ഉണ്ട്. സോ കൺഫർമേഷൻ ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ബേസിൽ എന്ത് ചെയ്യാം, ട്രേഡ്സ് കാര്യങ്ങൾ ഇവിടുന്ന് നോക്കാം. അതാണ് ഗോൾഡിൽ പിന്നെ നമ്മൾ കാണുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. പ്രോപ്പർ സെറ്റപ്പ് അല്ല, എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് വാച്ച് ചെയ്യാം. ദെൻ GBP USD അല്ലെ, GBP USD നമ്മൾ ബൈ സൈഡ് ആയിരുന്നു മിനിഞ്ഞാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ ആ ഒരു ബൈ സൈഡിന്റെ കണ്ടിന്യൂഷൻ പിടിക്കാന്നുള്ള ലെവലിലായിരുന്നു. പക്ഷെ മാർക്കറ്റ് നേരെ എന്താ ചെയ്ത്, ഇവിടെ ഉള്ള ഇത്രയും ലിക്വിഡിറ്റീസ് ഉണ്ട്, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ലിക്വിഡിറ്റി ക്ലിയർ ചെയ്യാൻ മാർക്കറ്റ് പോകുന്നുള്ളത്. പക്ഷേ ഈ മാർക്കറ്റ് നമ്മൾ ഈ ഒരു ലിക്വിഡിറ്റി ഇവിടെ റെസ്റ്റിംഗ് ആയതുകൊണ്ടാണ് ഇവിടുന്ന് ബൈ സൈഡ് പിടിക്കാന്ന് പറഞ്ഞത് തന്നെ. കാരണം നമുക്കറിയാം മാർക്കറ്റ് എപ്പോഴും ട്രാവൽ ചെയ്യുന്നത് ലിക്വിഡിറ്റി ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇന്നലെ ഇവിടെ എന്താ സംഭവിച്ചത്, ഇന്നലെ മാർക്കറ്റിൽ ഇവിടെ നമ്മൾ ഏരിയയിലോട്ട് വരുന്നതിന്റെ മുന്നേ തന്നെ മാർക്കറ്റ് എന്ത് ചെയ്തു, ആ ലിക്വിഡിറ്റീസ് കംപ്ലീറ്റ്ലി സ്വീപ്പ് ചെയ്തു. എന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടുന്ന് റിവേഴ്സൽ കാണിച്ചു അല്ലെ. ഇവിടുന്ന് ഇത്രയും ലിക്വിഡിറ്റി ഇവിടെ റെസ്റ്റിംഗ് ഉള്ള ലിക്വിഡിറ്റിനെ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തുകൊണ്ട് തന്നെ പിന്നെ ഇവിടുന്ന് ഒരു ബൈ സൈഡ് എൻട്രി പോകാനുള്ള ചാൻസസ് കുറവാണ്. കാരണം ഇവിടുന്ന് ബൈ എടുത്ത് പോകുന്നത് എന്തിനായിരിക്കണം, ഈ ലിക്വിഡിറ്റി ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാവണം. ഇനി ഇവിടെയുള്ള ലിക്വിഡിറ്റി ഓൾറെഡി ക്ലിയർ ആയതുകൊണ്ട് തന്നെ പിന്നെ ഇവിടുന്ന് ബൈ എടുക്കാൻ ചാൻസസ് ഇല്ല. ഓക്കെ, ഇനി പുതിയ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തിട്ട് വേണം. സോ ഇവിടുന്ന് ഈ ഒരു സെല്ലാണ് പിന്നെ അവിടുന്ന് മാർക്കറ്റ് എന്ത് ചെയ്തെന്ന് വന്ന്, ട്രെൻഡ് ഓൾറെഡി അപ്സൈഡിലായിരുന്നു. പക്ഷെ ഇവിടെ ഇത്രയും ലിക്വിഡിറ്റീസ് ഉണ്ട്, ആ ലിക്വിഡിറ്റീസ് ഒക്കെ ക്ലിയർ ചെയ്ത് വന്നതുകൊണ്ട് എന്ത് ചെയ്തു, മാർക്കറ്റ് ഇവിടുന്ന് ഈ ഒരു സെല്ല് എടുത്ത് വന്നു. ചില ആളുകൾക്ക് ആ സെല്ല് എന്ത് ചെയ്തിട്ടുണ്ട്, പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇത്രയും ലിക്വിഡിറ്റി ക്ലിയർ ചെയ്തിട്ട് അതിന്റെ എക്സ്ട്രീം ലെവലിൽ സെല്ല് വന്നിട്ടുണ്ട് അല്ലെ. നമ്മൾ പ്ലാൻ ചെയ്തിരുന്ന ബൈ എൻട്രി ഇതായിരുന്നു. പക്ഷെ ഇവിടെ ഓൾറെഡി ലിക്വിഡിറ്റീസ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ട് ആ ബൈ എൻട്രി നമ്മൾ എന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്തു അല്ലെ. പിന്നെ ആ ഒരു സെല്ലാണ് പിന്നെ ഇങ്ങനെ വന്ന് ദെൻ അത് ലാസ്റ്റ് ഫൈനലി വന്നിട്ട് എന്ത് ചെയ്തു, ഈ ഒരു ഏരിയ നമ്മളെ സ്വിംഗ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ആയിരുന്നു. അതിനെ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിലീറ്റ് ആക്കുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്തു, ഇവിടെ പുതിയ ഒരു ട്രേഡിംഗ് റേഞ്ച് ഫോം ആയി അല്ലെ. ഇവിടെ നമുക്ക് എന്ത് ചെയ്തു, ഈ ഒരു ലോനെ സ്വീപ്പ് ചെയ്യുന്നതോട് കൂടിയിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, ചേഞ്ച് ഓഫ് ക്യാരക്ടർ കാണിച്ചു. അതായത് ട്രെൻഡ് എന്ത് ചെയ്തു, ഡൗണിലോട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, റിവേഴ്സ് ആയിട്ടുണ്ട്, ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയി അല്ലെ. ഇപ്പൊ മാർക്കറ്റ് ഡൗൺ സൈഡ് എൻട്രിയിലാണ് നിൽക്കുന്നത് അല്ലെ. നമ്മൾ സ്വിംഗ് ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, സ്വിംഗ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഓൾറെഡി 3 ക്യാൻഡിൽ കൺഫർമേഷൻ തന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കൺഫേം ആയിട്ടുണ്ട്. അതും വലിയൊരു റേഞ്ച് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നിൽക്കുന്നുണ്ടാവുക. ഇതാണ് നമ്മുടെ ട്രേഡിംഗ് റേഞ്ച് അല്ലെ. ഇനി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് മാർക്കറ്റ് എന്തിലോട്ട് വരണം,
പ്രീമിയത്തിലോട്ട് വരണം അല്ലെ. പ്രീമിയത്തിലോട്ട് വന്നിട്ട് നമുക്കൊരു സെൽ എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ഇവിടെ പ്രീമിയത്തിലോട്ട് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലിക്വിഡിറ്റി ഒന്നും ഇല്ല. ഏഷ്യന്റെ ഈ ഒരു ഹൈയും അതുപോലെ തന്നെ ഈ ഒരു ലിക്വിഡിറ്റിക്കുള്ള അത് മതിയാവില്ല മാർക്കറ്റിന് എന്ത് ചെയ്യാൻ. ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങാനുള്ള ഫണ്ട് ഇവിടുന്ന് ഓർഡേഴ്സ് കിട്ടാനുള്ള ചാൻസ് ഇല്ല. നമുക്ക് എന്തിരുന്നാലും എന്ത് ചെയ്യാം, എക്സ്ട്രീം ലെവലിൽ പോയിട്ട് എന്ത് ചെയ്യാം, ഏരിയ നോക്കാം. ഈ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടുന്ന് ഡയറക്റ്റ് കയറരുത്. ഇവിടെ അത്യാവശ്യത്തിന് ലിക്വിഡിറ്റി ഒക്കെ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടുന്ന് മാർക്കറ്റ് ഇങ്ങനെ ലിക്വിഡിറ്റീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം, ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ട് നോക്കാം. കാരണം ഈ ലിക്വിഡിറ്റി ക്ലിയർ ചെയ്യാൻ മാർക്കറ്റ് എന്ത് ചെയ്യും, ഇവിടുന്ന് താഴത്തോട്ട് വരും. ഓക്കെ, ഈ ഒരു സെല്ല് നമുക്ക് പിടിച്ചു വരാം. അപ്പൊ ഇവിടെ ആവശ്യത്തിനുള്ള ഇനഫ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്താൽ മാത്രം ഇവിടുന്ന് എന്ത് ചെയ്യുക, ട്രേഡ് നോക്കുക. ലിക്വിഡിറ്റി ഒന്ന് ക്ലിയർ ഫോം ചെയ്യാണ്ട് ബിൽഡ് ചെയ്യാണ്ടാണ് മാർക്കറ്റ് പോകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടുന്ന് സെല്ല് നോക്കാണ്ടിരിക്കാം. ഓക്കെ, ദെൻ യൂറോ യു എസ് ടി. അപ്പൊ യൂറോ യു എസ് ടിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി എന്താണ് ഇന്റർണൽ തന്നിങ്ങനെ വരികയാണ്, എക്സ്ട്രീം ലെവലിൽ വരണം അല്ലെ. കാരണം ഇവിടെ ഈ ലിക്വിഡിറ്റീസ് ഒക്കെ ക്ലിയർ ചെയ്ത് ഈ ഒരു പോയിന്റ് ആണ് നമ്മൾ ഓൾറെഡി മിനിഞ്ഞാന്ന് മുതൽ എന്ത് ചെയ്യുന്നത്, നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു പോയിന്റ് എന്നാണ്. ഓക്കെ, സോ അതന്നെയാണ് നമ്മൾ ഇന്ന് മെയിൻ ട്രേഡ് ആയിട്ട് നോക്കുന്നത്. പിന്നെ ഇന്റർണലി പിടിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് സെൽ എൻട്രി നോക്കാം അല്ലെ. ഇന്റർണലി പിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഇവിടെ നിന്നുള്ള ഒരു സ്ട്രക്ചർ ഒക്കെ ഫോം ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഇതിന്റെ മേലുള്ള ഏതെങ്കിലുമൊക്കെ ഏരിയ എടുത്തിട്ട് ഈ ഒരു ഏരിയ ഒക്കെ എടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ലോവർ ടൈം ഫ്രെയിമിലോട്ട് സ്വിച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യാം, കൺഫർമേഷൻസ് ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏരിയയിൽ നിന്നൊക്കെ കൺഫർമേഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ട്രസ്റ്റ് ചെയ്തിട്ട് സെല്ല് നോക്കാം. പക്ഷെ അത് റിസ്കി ആയിരിക്കും. ലോവർ ടൈം ഫ്രെയിം കൺഫർമേഷൻ നോക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ട്രെൻഡ് റിവേഴ്സ് ആയതിനു ശേഷം മാത്രം ഇവിടുന്ന് ട്രേഡ് നോക്കുക. ഡയറക്റ്റ് എൻട്രി എന്ത് ചെയ്യണ്ട, കയറണ്ട അല്ലെ. യൂറോയിൽ നമുക്ക് പ്രോപ്പർ പ്രൈസ് ആക്ഷൻ മൂവ്മെന്റ് ആവട്ടെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതായത് ഈ ഒരു ട്രേഡും കൂടെ ഒന്ന് ലോവർ ടൈം ഫ്രെയിം കൂടെ ഒന്ന് അലൈൻ ആവട്ടെ അപ് സൈഡിലോട്ട് അല്ലെ. ഇപ്പൊ മാർക്കറ്റ് എന്താണ് ഡൗൺ സൈഡിലോട്ടാണ് ട്രെൻഡ് അല്ലെങ്കിൽ ഇന്റർണൽസ് തരുന്നത്. ഇത് അപ് സൈഡ് ആയി കഴിഞ്ഞു. ഇന്നലൊക്കെ നമ്മൾ എന്താണ് പറഞ്ഞത്, അതന്നെ ഇന്ന് റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത്. ഇങ്ങനെ ഇതിന് ഇന്റർണൽ പിടിച്ച് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ലോവർ ടൈം ഫ്രെയിം നോക്കിയിട്ട് ട്രേഡ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് ജസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മൾ കാണുന്നത്. നമുക്കറിയാം നാളെ ന്യൂ ഇയർ ആണ്, നാളെ മാർക്കറ്റ് പക്കാ ഷട്ട് ഡൗൺ ആയിരിക്കും. ഓക്കെ, ആ മൂവ്മെന്റ് തന്നെ ഉണ്ടാവില്ല. അത് നമുക്ക് ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ട് എന്ത് ചെയ്യാം, ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് പറയാം. അപ്പൊ അതും കൂടെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് മാർക്കറ്റ് മൂവ് ആവാത്തത് എന്നുള്ളതിന് റീസൺ ഒന്നുമില്ല, ഹോളിഡേസ് തന്നെയാണ്. നമുക്കത് ഫോറക്സ് ഫാക്ടറിയിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ഇമ്പാക്ട് മേ ബി ഇന്നും ഉണ്ടാകും, വോളിയത്തിലുള്ള കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് നല്ല കണ്ടീഷൻസ് ആണെന്നൊക്കെ മാത്രം ട്രേഡ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റ് അവിടെ തന്നെ ഉണ്ട്. ജനുവരി ഒരു ഫസ്റ്റ് വീക്ക് കഴിഞ്ഞ് സെക്കൻഡ് വീക്ക് ഓൺവേർഡ്സ് മാർക്കറ്റ് വീണ്ടും പഴയ ട്രാക്കിലോട്ട് വരും. നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മൾ ഡിസംബറിന്റെ ഫസ്റ്റ് വീക്കിൽ അല്ലെങ്കിൽ നവംബറിന്റെ ലാസ്റ്റ് വീക്കിലൊക്കെ ചെയ്യുന്ന രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് എന്താക്കാം, സെറ്റ് ആക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.